ധനക്കമ്മി കുറയ്ക്കുന്നതിലെ വീഴ്ചയും തനത് വരുമാനത്തിലെ കുറവുമാണ് കേരളത്തെ പിന്നോട്ടടിക്കുന്നത്. സംസ്ഥാനത്തിന്റെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനക്ഷമതയിലെ കുറവും പ്രതികൂല ഘടകമാണ്. അടിസ്ഥാന സാമ്പത്തിക രംഗം തകർന്നടിഞ്ഞതാണ് കേരളത്തിന് കരകയറാത്ത ബാധ്യതകളിലേക്ക് കൊണ്ടുപോകുന്നത്. ബാധ്യതകൾ തിരിച്ചടയ്ക്കുന്നതുൾപ്പെടെ 2024-25 സാമ്പത്തിക വർഷം കേരളത്തിൻ്റെ മൊത്തം ചെലവ് കണക്കാക്കുന്നത് 1,84,327 കോടി രൂപയാണ്. 2024 സംബന്ധിച്ച് ഇത് 9% കൂടുതലുമാണ്. ധനക്കമ്മി 3.4%, റവന്യൂ കമ്മി 2.1%. സംസ്ഥാനത്തിന് ആവശ്യമായ വരുമാനം സ്വന്തമായി നേടാനാവാത്തതാണ് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. സംസ്ഥാനത്തിൻ്റെ മൊത്തം ഉത്പാദനത്തിൻ്റെ 3% മാത്രമാണ് കേന്ദ്രത്തിൽ നിന്നും കടമെടുക്കാനാകുക. ധനക്കമ്മിയും റവന്യൂ കമ്മിയും കടമെടുപ്പ് സാധ്യതകളെ വൻതോതിൽ പ്രതികൂലമായി ബാധിക്കുന്നു. മാത്രമല്ല, കേന്ദ്രത്തിൽ നിന്നുള്ള കടമെടുപ്പ് ദൈനംദിന ചെലവുകൾക്കും ശമ്പളത്തിനുമായി ഉപയോഗിക്കുന്ന സാഹചര്യം ക്രെഡിറ്റ് നിരക്കിനെ ബാധിക്കുന്നുമുണ്ട്. ഉത്പാദനക്ഷമമായ നിക്ഷേപങ്ങൾക്ക് പകരം നിത്യനിദാന ചെലവുകൾക്ക് കേന്ദ്ര ധനസഹായം പ്രയോജനപ്പെടുത്തേണ്ടി വരുന്നത് മറ്റൊരു പ്രതിസന്ധിയാണ്. 2003 ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട് പ്രകാരമാണ് കേന്ദ്ര സഹായം നിശ്ചയിക്കുന്നതിനുള്ള മാനദണ്ഡം തീരുമാനിക്കുന്നത്. നിയമപ്രകാരം അനുവദിക്കപ്പെട്ട കടമെടുപ്പ് പരിധിക്ക് പുറത്താണ് നിലവിൽ കേരളം. പരിമിതമായ വരുമാനവും ഉയർന്ന ബാധ്യതകളായ പെൻഷൻ ഉൾപ്പെടെയുള്ള സാമൂഹ്യക്ഷേമ പദ്ധതികളും പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു. കേരളത്തിൻ്റെ ധനകാര്യ മിസ്മാനേജ്മെന്റ് തീർത്തും അനുകൂല ഘടകങ്ങളെ പോലും അപ്രസക്തമാക്കുന്നു. കടുത്ത ബാധ്യതകൾ ചുമക്കുന്ന സംസ്ഥാനമായാണ് 15ാം ധനകാര്യ കമ്മീഷൻ കേരളത്തെ പരിഗണിക്കുന്നത്. പല ഘട്ടങ്ങളിലായി കേന്ദ്ര സഹായം ലഭ്യമാക്കിയെങ്കിലും സംസ്ഥാനത്തിന് പിടിച്ചു നിൽക്കാനുമാകുന്നില്ല. ഈ സാഹചര്യങ്ങളിലാണ് കിഫ്ബി പോലുള്ള സംവിധാനങ്ങൾ വഴി അധിക ബാധ്യത സംസ്ഥാനം വരുത്തിവെച്ചതും. നിയമപ്രകാരം അത് കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ആസ്തി വികസനത്തിനായുള്ള പണവിനിമയ തുക ഉയരുന്നുണ്ടെങ്കിലും കാര്യക്ഷമമായ നിക്ഷേപമായി അത് മാറുന്നുമില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ലാഭം കുറഞ്ഞു വരുന്നതും പലതും നഷ്ടത്തിലായതും ബാധ്യതകളുടെ അധിക ഭാരം വിളിച്ചു വരുത്തുന്നു. നെറ്റ് ബോറോയിങ് ലിമിറ്റ് സംസ്ഥാന GDPയുടെ 4% കൂടുതൽ ഉയരാൻ പാടില്ലെന്നതും മറ്റൊരു പ്രതിസന്ധി ഉയർത്തുന്ന സാഹചര്യമാണ്. ധനക്കമ്മി 3% താഴെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ യാഥാർത്ഥ്യമായാൽ തന്നെ അത് സാധ്യമാവുക 26-27 സാമ്പത്തിക വർഷം മാത്രമായിരിക്കും. അതുകൊണ്ട് തന്നെ നിയമപ്രകാരമുള്ള കടമെടുപ്പിനുള്ള സാധ്യതകൾ വൻതോതിൽ ഇടിയുകയും ചെയ്യുന്നുണ്ട്. സങ്കീർണമായ പണമിടപാട് പ്രശ്നങ്ങളാണ് കേരളത്തെ പ്രതിസന്ധിയിലേക്ക് തുടരെ തള്ളിവിടുന്നത്. അക്കാരണത്താൽ കൊണ്ട് തന്നെ കരകയറാനാവാത്ത കടക്കണിയിൽ താഴ്ന്നു പോവുകയും ചെയ്യുന്നു സംസ്ഥാനം. ന്യൂസ് ഡെസ്ക്, ജനം.